കേക്കിന് തിരക്കൊന്നുമില്ലാത്ത ദിവസങ്ങളിലാട്ടോ സാവധാനം മനസ്സിന് പിടിച്ച രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തട്ടിക്കൂട്ട് പണികളാവും. എളുപ്പം എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ചെയ്യും. ഞാനിങ്ങട്ടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ പ്രത്യേകിച്ച് ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയാതെ വന്ന ആളാട്ടോ. പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് ചെറുപ്പം മുതലേ വീട്ടുജോലികളൊക്കെ ചെയ്ത് ശീലിക്കണം, ഇല്ലേ മാറ്റാൻ കുടുംബത്ത് പോയാൽ അതൊക്കെ ബുദ്ധിമുട്ടാവുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പണികളും അറിയണ്ടായിരുന്നില്ല. പക്ഷേ പണിയെടുക്കാൻ മടിയില്ലാത്തവരാണ് എവിടെയാണേലും പണിയെടുക്കും. ഞാൻ എൻ്റെ വീടുമായിട്ട് കൂടുതൽ ആത്മബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പണികളും ചെയ്തിരുന്നില്ല. അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്യാറ്. ഇവിടെ വന്ന് കയറിയപ്പോഴേ ഉപ്പയായിരുന്നു കേട്ടോ എൻ്റെ മാസ്റ്റർ ഷെഫ്. ഉപ്പാൻ്റെ കൂടെ നിന്നാ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. ഏറെക്കുറെ പഠിച്ചു എന്ന് ഉറപ്പായപ്പോൾ ഉപ്പാനെ ഒരു മൂലക്കിരുത്തി. ഇപ്പോൾ ഉപ്പാക്ക് ആ കാര്യത്തിൽ റെസ്റ്റാണ്. ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാട്ടോ. പുതിയ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുക, അത് വിജയിച്ചാൽ അതിൽ ആനന്ദം കണ്ടെത്തുക. അങ്ങനെ കൗതുകം ലേശം കൂടിയിരിക്കണു. അയ്യോ, ഉച്ചയായത് അറിഞ്ഞേയില്ല. ഇന്നേ മക്കളുടെ സ്കൂളിൽ എക്സാം കഴിയണ ദിവസം കേട്ടോ. അവരെ സ്കൂളിൽ അരി കൊടുക്കുന്നുണ്ട്, അത് വാങ്ങാൻ പോകണം. അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോയിട്ട് വരാം. ഈ ഒരു ഗേറ്റ് അടവ് എന്നും ഞാൻ വരുന്ന ടൈമിൽ പതിവാട്ടോ. ഒഴിവുള്ളപ്പോൾ ഇവിടെ വന്ന് ട്രെയിനിൻ്റെ സമയമൊക്കെ ഒന്ന് ചോദിച്ചറിയണം. എങ്കിൽ പിന്നെ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. മൂത്ത ആളുടെ അരി കിട്ടി, ഇനി ചെറിയ ആളുടെ സ്കൂളിലേക്ക് പോകാനും. അരി വാങ്ങി ഇറങ്ങിയത് ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തു. ആ മഴയും കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ നിന്നു. മഴ തോരാൻ കാത്തു നിന്നാലേ ഇച്ചിരി നേരം കിടക്കാൻ ടൈം കിട്ടില്ല. കുഞ്ഞാപ്പി ഉറക്കവും കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. അവന് ചായയും കൊടുത്ത് ഒന്നുകൂടി പുറത്തേക്ക് പോയി. നാളേക്ക് കേൾക്കണ്ടേ, അതിലേക്ക് പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു. ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കഴിയണേലേ. ഇനി നാളേക്കുള്ള വർക്ക് തുടങ്ങട്ടെ കേട്ടോ. അപ്പം ഇൻഷാല്ലാ നാളെ കാണാം.